ചുറുചുറുക്കോടെ യൗവനം ആസ്വദിക്കേണ്ട നല്ല പ്രായത്തിൽ അകാരണമായി മടി അനുഭവപ്പെടാറുണ്ടോ? ഫുൾ പവറോടെ ഫുൾ എനർജിയോടെ കാര്യങ്ങൾ ചെയ്തു നടക്കേണ്ട സമയത്ത് എന്നെക്കൊണ്ട് ഇതൊന്നും ആവില്ല, എന്നെക്കൊണ്ട് കൂടില്ല എന്നുള്ള ചിന്തകൾ വരാറുണ്ടോ? ഇന്നിനി വയ്യ, ലേറ്റായില്ലേ, ഇന്ന് കിടന്നുറങ്ങാം, നാളെ ചെയ്യാം, എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇങ്ങനെ ഒരു സ്വരം ഉള്ളിൽ നിന്ന് കേൾക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് പഴയ പോലെ എനർജിയോടെ ഏറ്റവും ഉണർവോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രമേൽ ക്ഷീണം അനുഭവപ്പെടുന്നത്? എൻ്റെ ഡയറ്റ് ശരിയാവാത്തത് കൊണ്ടാണോ, അതോ എൻ്റെ ഉറക്കം ശരിയാവാത്തത് കൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായുള്ള കുറച്ച് ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ നിന്നും തീർച്ചയായും ലഭിക്കും. എങ്ങനെ നമ്മുടെ എനർജി തിരിച്ചു പിടിക്കാം, ചുറുചുറുക്കോടെ പ്രൊഡക്റ്റീവായി എങ്ങനെ സമയം ചിലവഴിക്കാം എന്ന് പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്പുകളാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണയായി വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുമ്പോഴും പഴയതുപോലെ നമുക്ക് പ്രവർത്തിക്കാനാവാതെ വരുമ്പോഴുമെല്ലാം കാലാകാലങ്ങളായി നമുക്ക് തന്നെ അറിയാവുന്ന ചില കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഉറക്കമില്ലായ്മ, രണ്ടാമത്തേതാണ് പ്രോപ്പർ എക്സസൈസ് ഇല്ലാതിരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ മറ്റൊന്നാണ് ആവശ്യത്തിന് ഡയറ്റിൻ്റെ കുറവ്. പക്ഷേ ഇവയൊക്കെ കാലാകാലങ്ങളായി പിന്തുടർന്ന് വന്നിട്ടും വീണ്ടും ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യും? നമ്മളിത് ഫോളോ ചെയ്യാത്തത് കൊണ്ടല്ല, നാം ഫോളോ ചെയ്യുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ, ചില മിസ്റ്റേക്കുകൾ മാറ്റിയെടുത്താൽ നമുക്ക് കൂടുതൽ എനർജി അച്ചീവ് ചെയ്യാനും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനും സാധിക്കും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് ബിഗിൻ. ടിപ്പ് നമ്പർ 1, ഗിവ് മോർ ഓപ്പർച്യൂണിറ്റി ടു സ്ലീപ്പ്. നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും പറ്റുന്നൊരു തെറ്റാണ് 7 മണിക്കൂർ അഥവാ 8 മണിക്കൂർ ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നാം ഒരു 11 മണിക്ക് കിടന്നിട്ട് ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത്. 11 മണിക്ക് ഉറങ്ങണമെങ്കിൽ ഒരു പക്ഷേ ഞാൻ 10:30 കിടക്കണം. സ്വാഭാവികമായും നാം ഉറങ്ങാൻ അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ എടുക്കുമെങ്കിൽ ആ സമയം നമ്മുടെ സ്ലീപ്പിംഗ് അവേഴ്സായി കൂട്ടാൻ പാടില്ല. 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ എടുക്കുന്ന സമയം അതിൽ കൂട്ടാതെ നേരത്തെ കിടന്ന് പരിശീലിക്കുക. അങ്ങനെ ഉറങ്ങാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക. ഫൈൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഗെറ്റ് എ ബെറ്റർ സ്ലീപ്പ്. നമ്പർ 2, ഡോണ്ട് മിസ്യൂസ് കഫെയിൻ. പലപ്പോഴും നമ്മൾ കുടിക്കുന്ന കാപ്പിയെപ്പറ്റി നമുക്ക് പ്രോപ്പറായ അറിവില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് അതിനെപ്പറ്റി ആവശ്യത്തിന് ബോധവൽക്കരണം കിട്ടിയിട്ടില്ല. കാപ്പി കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്ര നേരം അതിലെ കഫെയിൻ നിലനിൽക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പൊതുവെ പറയാറുള്ളത് 4 മുതൽ 5 മണിക്കൂർ വരെ എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ 4 മുതൽ 5 മണിക്കൂർ വരെ എന്ന് പറയുന്നത് നാം കാപ്പി കുടിക്കുമ്പോൾ കാപ്പി വഴി നമ്മുടെ ഉള്ളിലെത്തുന്ന കഫെയിൻ്റെ 50% മാത്രമേ ആകുന്നുള്ളൂ. സോ വൈകിട്ട് 4 മണിക്ക് ഒരു കാപ്പി കുടിച്ചാൽ ആ കാപ്പിയുടെ ഇമ്പാക്റ്റ് പിറ്റേ ദിവസം വരെ നിൽക്കും. സോ ഇത് നമ്മെ കൂടുതൽ ക്ഷീണിതരാക്കാൻ കാരണമാക്കും. അതിരാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ പരമാവധി ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം കാപ്പി കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 3, പുട്ട് യുവർ സ്ക്രീൻസ് എവേ ഫ്രം ബെഡ്. ഉറങ്ങുന്നതിന് മുമ്പ് നാം ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നമ്മളെപ്പോഴും നമ്മുടെ മൊബൈൽ സ്ക്രീനിലോ ലാപ്ടോപ്പ് സ്ക്രീനുകളിലോ നോക്കിക്കൊണ്ടിരിക്കുമെന്നുള്ളത്. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നാം ബെഡിൽ കിടക്കുമ്പോൾ സ്ക്രീനിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണുകളിൽ പതിക്കുന്നതോടെ നമ്മുടെ ബ്രെയിൻ അവിടെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇത് പകൽ സമയമാണ്. അങ്ങനെ ബ്രെയിനിന് മെലാറ്റോണിൻ എന്ന ഉറക്കത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്നു. മെലാറ്റോണിൻ ഇല്ലാതെ പ്രോപ്പറായ ഒരു സ്ലീപ്പ് കിട്ടില്ലെന്ന് നമുക്കറിയാം. സോ ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് അഗെയിൻ. ടിപ്പ് നമ്പർ 4, മൂവ് യുവർ ബോഡി. സൈക്കോളജിയും ഫിസിയോളജിയും ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിന് ആരോഗ്യമുണ്ടാകണമെങ്കിൽ നമ്മൾ ശാരീരികമായി ആരോഗ്യമുള്ളവരായിരിക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര നേരം നിങ്ങൾ വെറുതെ ഇരിക്കുന്നുണ്ട്? എത്ര നേരം നിങ്ങൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്? ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്നതും കിടക്കുന്നതും ദോഷമല്ല, പക്ഷേ മണിക്കൂറിൽ ഒരു തവണയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാനും കുറച്ച് ദൂരം നടക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ശ്രമിക്കുക. ആഴ്ചയിൽ 3 ദിവസം ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ആഴ്ചയിൽ 4 ദിവസം ഞാൻ ഓടാൻ പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമായില്ല. ഒരു ദിവസത്തിൻ്റെ പല മണിക്കൂറുകളിൽ നാം കണ്ടിന്യൂസ്ലി ഇരിക്കുകയാണെങ്കിൽ പോലും ശാരീരികമായി നമുക്ക് ക്ഷീണം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ഓൾവേസ് ഫൈൻഡ് ടൈം ടു മൂവ് യുവർ ബോഡി. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ് ഫ്രീക്ക്.